സർ, ടിബറ്റിൻ്റെ ആത്മീയ ആചാര്യൻ ദലൈലാമ അദ്ദേഹത്തിന് 90 വയസ്സോളമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. എങ്ങനെയായിരിക്കും പിൻഗാമിയെ തിരഞ്ഞെടുക്കുക? ചൈനയ്ക്ക് അതിനകത്ത് റോൾ ഉണ്ടാവുമോ? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ? അതായത് ഇന്ന് പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്ന ഒരു തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജൂലൈ 6 തീയതി അടുത്ത ദിവസം അദ്ദേഹത്തിന് 90 വയസ്സാവും. അപ്പോൾ 90 വയസ്സാകുമ്പോൾ ഈ ആത്മീയ അധികാരം, നേരത്തെ തന്നെ അത് 2011 മറ്റോ അദ്ദേഹം ഈ സാധാരണ ഈ ദലൈലാമ ആവുന്ന ആള് രണ്ടും രാഷ്ട്രീയാധികാരവും ആത്മീയാധികാരവും കൈകാര്യം ചെയ്യും. അദ്ദേഹം ആത്മീയാധികാരം വിട്ടൊഴിഞ്ഞിരുന്നു, രാഷ്ട്രീയാധികാരം വിട്ടൊഴിഞ്ഞിരുന്നു. ഞാൻ ഇനി ആത്മീയാധികാരം മാത്രമേ കൈയാളുള്ളൂ എന്ന് 2011 കാലത്ത് തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് പ്രഖ്യാപിക്കും, ഒരു പിൻഗാമി ആരായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചിരുന്നത് അത്ര ശരിയല്ല. കാരണം അദ്ദേഹം തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തീരുമാനം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിൻഗാമി ആരാണെന്ന് ഒരു ട്രസ്റ്റ് ഉണ്ട്, ഗാദൻ ഫൊദ്രാങ് ട്രസ്റ്റ്. അത് ഇപ്പം തന്നെയുള്ള ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ബുദ്ധമത നേതാക്കളുമായിട്ട്, കാരണവർമാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് പിൻഗാമി ആരാണെന്ന് തീരുമാനിക്കും. ഇതാണ് തീരുമാനം ദലൈലാമ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദലൈലാമ 15ാമത്തെ ദലൈലാമ, ഇത് 14ാമത്തെ ദലൈലാമയാണ്. 15ാമത്തെ ദലൈലാമ ഇപ്പോഴത്തെ ദലൈലാമയുടെ മരണത്തിന് ശേഷം ആണ് ഉണ്ടാവുക. ഈ ദലൈലാമ ഉണ്ടായത് തന്നെ മുമ്പത്തെ 13ാമത്തെ ദലൈലാമ മരിച്ചിട്ട് 6ാമത്തെ ദിവസം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 2 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടെടുക്കുകയായിരുന്നു. അത് ഈ തെരഞ്ഞു പോകുന്ന ആളുകളുണ്ടല്ലോ, സെർച്ച് ചെയ്യുന്നവര്, പണ്ഡിതന്മാര്, അവർക്ക് ചില ഈ ലക്ഷണങ്ങൾ, സൂചനകൾ ഒക്കെ കിട്ടും. ഇന്നടത്താണ്, ഇന്ന പ്രദേശത്താണ് എന്നൊക്കെ. ചെറിയ കുട്ടിയായിരിക്കും അല്ലേ? അതായിരിക്കും. അപ്പോൾ ദലൈലാമ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വതന്ത്ര രാജ്യത്ത് നിന്നായിരിക്കും ഇനി അടുത്ത പിൻഗാമി എന്ന് നേരത്തെ പറഞ്ഞിട്ട് ചൈനയെ നന്നായിട്ട് ചൊറിഞ്ഞിട്ടുണ്ട്, സ്വതന്ത്ര രാജ്യത്ത് നിന്ന്. ഇന്നിപ്പോൾ ദലൈലാമ ഈ പ്രഖ്യാപനം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അംഗീകരിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് ചൈന ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കുന്നുണ്ട് അല്ലേ? ദലൈലാമയുടെ കാര്യത്തിൽ അവർ വളരെ സെൻസിറ്റീവാണല്ലോ. അപ്പോൾ മരണശേഷവും നമ്മുടെ 600 വർഷത്തെ പൈതൃകം നിലനിൽക്കും എന്ന് ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്ക് ഇതിലൊരു പങ്കും ഉണ്ടാവില്ല എന്നും ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. മറ്റേ അവരവിടെ വേറെ ലാമയൊക്കെ വായിക്കാറൊക്കെ ഉണ്ട്, പഞ്ചൻ ലാമ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനീസ് പാർട്ടി സഖാവ് ലാമയൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ടിബറ്റൻ ഭരണത്തിൻ്റെ പ്രവാസി സർക്കാരുണ്ട് ധർമ്മശാലയിൽ, ഹിമാചൽ പ്രദേശിൽ മക്ലിയോഗഞ്ച്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഈ ധർമ്മശാല. അവിടെ മറ്റേ പ്രവാസി സർക്കാർ ഉണ്ട് അവിടെ, ടിബറ്റിൻ്റെ. അവിടുത്തെ ഭരണത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മുൻ ചെയർമാൻ, ഈ ക്യാബിനറ്റ് ഓഫ് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ, എൻ്റെ മന്ത്രിസഭയുടെ അധ്യക്ഷനായിരുന്ന പ്രൊഫസർ സാംദോങ് റിംബോച്ചെ, പിന്നെ അവരുടെ രാഷ്ട്രീയ നേതാവ് പെൻപ സെറിങ്, ഇവർ രണ്ടുപേരും കൂടി ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് ഇന്ന് പിൻഗാമിയെ ദലൈലാമ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള തോന്നലുണ്ടായത്. അപ്പോൾ ജൂലൈ 6 പ്രധാനപ്പെട്ട ദിവസമാണ്, 90 വയസ്സ്. അപ്പോൾ ഈ ദലൈലാമയുടെ പേര് ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ്. അപ്പോൾ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് ടിബറ്റിലെ താക്സർ അവിടെ ജനിച്ച ആളാണ്. ഇന്നിപ്പോൾ ചൈനയുടെ ക്വിങ്ഹായ് പ്രവിശ്യയാണ് അത്, ക്വിങ്ഹായ് എന്നാണ്. ചൈന അധിനിവേശം നടത്തി ടിബറ്റ് പിടിച്ചെടുത്തല്ലോ. ഇപ്പോൾ ഈ ദലൈലാമ ജനിച്ച സ്ഥലം ചൈനയുടെ പ്രദേശമാണ് ക്വിങ്ഹായ് എന്ന് പറഞ്ഞ പ്രവിശ്യ. 1935 ജൂലൈ 6 ആണ് മറ്റേ 2 വയസ്സിൽ ദലൈലാമ ആവുന്നത്. അപ്പോൾ 13ാമത്തെ ലാമ തുപ്തൻ ഗ്യാറ്റ്സോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അവതാരത്തിനെ 2 വയസ്സിൽ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്.
മാവോ അധികാരമേറ്റിട്ട് അടുത്ത വർഷം തന്നെ, മാവോ അധികാരമേൽക്കുന്നത് 1948-ലാണ്. അടുത്ത വർഷം തന്നെ പീപ്പിൾസ് ലിബറേഷൻ ആർമി, സഖാക്കളുടെ ആർമി ടിബറ്റിൽ അധിനിവേശം നടത്തി. 1951 ടിബറ്റ് ചൈനയോട് കൂട്ടിച്ചേർത്തു. 1951 മാർച്ചിൽ അവിടെ പ്രക്ഷോഭം നടന്നു, മറ്റേ ടിബറ്റിൽ. ആ പ്രക്ഷോഭം പട്ടാളം വന്ന് അടിച്ചമർത്തി. അങ്ങനെ CIA ഈ ദലൈലാമയും സംഘത്തിനെയും അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ധർമ്മശാലയിൽ വന്നു. അവിടെ പോയി നെഹ്റു കണ്ടു. നമ്മളവർക്ക് അന്ന് അഭയം കൊടുക്കുകയാണ് ചെയ്തത്. ചൈനയ്ക്കത് ഇതുവരെ സുഖിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു പ്രവാസി സർക്കാർ ടിബറ്റിന് നമ്മൾ ഉണ്ടാക്കിയതും അവർ കൂട്ടിച്ചേർത്ത പ്രദേശമാണല്ലോ. പിന്നെ വേറൊരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത് സുഖിക്കുന്നില്ല. അപ്പോൾ ലാസയിൽ നിന്ന്, അന്ന് ടിബറ്റിൻ്റെ തലസ്ഥാനമായിരുന്ന ലാസയിൽ നിന്ന് ദലൈലാമ അരുണാചലിൽ വന്നു. 1960 നെഹ്റു ധർമ്മശാലയിൽ പ്രവാസി ടിബറ്റൻ സർക്കാർ ഉണ്ടാക്കാനായിട്ട് അവസരവും കൊടുത്തു. അവർക്ക് സ്ഥലമൊക്കെ കൊടുത്തു. ഈ 2011 മാർച്ച് 14 ടിബറ്റൻ പാർലമെൻറ്റിന് ഞാൻ അധികാരം വിട്ടൊഴിയുകയാണ് എന്ന് ദലൈലാമ എഴുതിയിരുന്നു, രാഷ്ട്രീയ അധികാരം. അപ്പോൾ ആ മാർച്ച് 29 തന്നെ രാഷ്ട്രീയ അധികാരം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അതാണ് ഈ പ്രവാസി സർക്കാർ അഡ്മിനിസ്ട്രേഷനൊക്കെ വേറെ ഉണ്ട്. 368 വർഷത്തെ പൈതൃകം ആണത്. അപ്പോൾ ദലൈലാമ എന്ന് പറഞ്ഞാൽ വിജ്ഞാന സാഗരം എന്നാണ് അർത്ഥം. ഓഷ്യൻ ഓഫ് വിസ്ഡം, അവലോകിതേശൻ്റെ അവതാരം ആയിട്ടാണ് കാണുന്നത് ദലൈലാമയെ. 1391 ആദ്യ ലാമ ജദുൻ ധ്രൂപ ഉണ്ടാകുന്നത്. 1939 ഇന്നത്തെ ലാമയെ കണ്ടെത്തി. 13, അതായത് ഇതിനു മുമ്പത്തെ 13ാമത്തെ ലാമ മരിച്ചു 13ാമത്തെ ദിവസം ആണ് കണ്ടെത്തിയത്. ആ കണക്ക് വെച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ദലൈലാമയുടെ കാലശേഷം 14ാമത്തെ ദിവസം കണ്ടെത്താം. 1940 ലാസയിലെ തൊത്താല കൊട്ടാരത്തിൽ അദ്ദേഹം പാർക്കാനും തുടങ്ങിയിരുന്നു. അപ്പോൾ ദലൈലാമ പൈതൃകം വേണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ 90 വയസ്സിൽ തീരുമാനിക്കാമെന്ന് 2011 സെപ്റ്റംബർ 24 ദലൈലാമ പറഞ്ഞിരുന്നു. അതാണ് ജൂലൈ 6 തീയതിയുടെ പ്രാധാന്യം. ഇനി ഒരു ദലൈലാമ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം അദ്ദേഹം ഒരു സംശയത്തിൽ നിർത്തി, ഇനി ദലൈലാമ വേണോ വേണ്ടോ എന്നുള്ള കാര്യം. അതിനിപ്പോൾ ഉത്തരം കിട്ടി, ഇനിയും ദലൈലാമ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ദലൈലാമ പറഞ്ഞിരുന്നു ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവും, ചട്ടക്കൂട്, അടുത്ത ദലൈലാമ എങ്ങനെ എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ട്രസ്റ്റാണ് തീരുമാനിക്കുക എന്നുള്ളത്. ചൈന ഈ ദലൈലാമയെ ഒറ്റുകാരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. 2011 പ്രസ്താവനയിൽ ദലൈലാമ അന്നാണ് പറഞ്ഞത് ഇനിയൊരു സ്വതന്ത്ര രാജ്യത്തായിരിക്കും ദലൈലാമ ഉണ്ടാവുന്നത്. അതപ്പോൾ ഇന്ത്യയാകാം. അതെ, അപ്പോൾ ചൈനയ്ക്കുള്ള ഒരു പണിയും കൂടിയാണത്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടല്ലോ ഇവര്. മറ്റേ ഇവിടെ ഉണ്ട്, വൈറ്റ് ഫീൽഡിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, പിന്നെ ആ ബോണിക്കുപ്പെ എന്ന് പറയുന്ന നമുക്ക് വയനാട്ടിൽ നിന്ന് പോകാവുന്ന, ഞാൻ വയനാട്ടിൽ നിന്നാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്, മറ്റേ ബൈലക്കുപ്പെ. അതെ, ബൈലക്കുപ്പെ. അവിടെ ഏതാണ്ട് ധർമ്മശാലകൾ പോലെ തന്നെ ആണ്. അപ്പോൾ ചൈന തിരഞ്ഞെടുക്കുന്ന ഒരാളെയും ഇവരെ അംഗീകരിക്കുകയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ദലൈലാമയുടെ പ്രകാശിപ്പിച്ചിരുന്നു. അപ്പോൾ അന്നും പറഞ്ഞിരുന്നു ചൈനയ്ക്ക് പുറത്തായിരിക്കും എൻ്റെ പിൻഗാമി എന്നും ദലൈലാമ പറഞ്ഞിരുന്നു. അപ്പോൾ 2004 ചൈന ലാമയെ തിരഞ്ഞെടുക്കാനായിട്ടൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ചൈന അവരെങ്ങനെയാണ് ദലൈലാമയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു നിയമം ചൈന പാസ്സാക്കിയിട്ടുണ്ട് 2004. അപ്പോഴാണ് ഈ ചൈനയെ അംഗീകരിക്കില്ല എന്ന് വീണ്ടും വ്യക്തമാക്കിക്കൊണ്ട് ദലൈലാമ മിക്കവാറും ഇന്ത്യയിലായിരിക്കും അടുത്ത ലാമ എന്നുള്ള സൂചന നമുക്ക് തരുന്നത്. ശരിക്കും ഈ ടിബറ്റിനെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകാതെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. അപ്പോൾ ഈ ദലൈലാമ പിന്നെയും ഉണ്ടാകുന്നത് ചൈനയെ സംബന്ധിച്ചൊരു ഭീഷണി തന്നെയല്ലേ? അപ്പോൾ അവരുടെ നിലപാട് എന്താവും? അവരുടെ നിലപാട് ഇന്ന് ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരൊരു
പാർട്ടി ലാമയെ, ഒരു സഖാവ് ലാമയൊക്കെ വാഴിക്കാനൊക്കെ നോക്കും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിബറ്റൻ സമൂഹം പ്രധാനമായിട്ടും ഇവിടെയാണല്ലോ. അതെ, ഇവിടെ 3-4 കേന്ദ്രങ്ങളിലാണ് അവര്. കുറെ പേര് കൊച്ചിയിലും ഒക്കെ ഉണ്ടല്ലോ, ഈ കമ്പിളിയൊക്കെ വിറ്റ്. നമുക്ക് ബ്രോഡ്വേയുടെ അടുത്ത് ഇടതുവശത്ത് അവരുടെ ഒരു ഇടനാഴി പോലെ നമുക്ക് കാണാം. ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പോയിട്ട് കുറെ നാളായി. ഇവിടെ അവർക്ക് കവികളും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു കവിയെ ഞാൻ കണ്ടിട്ടുമൊക്കെ ഉണ്ട്. എൻ്റെ തന്നെ ഒരു ചടങ്ങിൽ അവരുടെ ഒരു കവി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇവിടെ അവരുടെ അക്കാദമിക്കുകളുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫസറും ഒക്കെ ഉണ്ട് അവർക്ക്. അവരുടെ ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ സമൂഹം തുടരും, ചൈനയ്ക്ക് ഭീഷണിയായിട്ട്. ദലൈലാമ ഇങ്ങനെ പറയുമ്പോൾ ദലൈലാമ വെറുതെ പറയില്ലല്ലോ. ഇല്ല, ഇന്ത്യയുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ കൂടി ഒരാഗ്രഹമാണല്ലോ ദലൈലാമ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് ശേഷവും അതെ ഒരു ദലൈലാമ ഉണ്ടാവും, അത് ചൈനയിലായിരിക്കില്ല എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.